പടയ്ക്കണ മീൻ. എടി പുഷ്പേ, ഈ വീട്ടിൽ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കിടന്നാൽ ഞാൻ പുഷ്പം പോലെ ജയിക്കും, നീ പുഷ്പം പോലെ തോറ്റുപോവുകയും ചെയ്യും. എന്താ പിള്ളേർ സെറ്റ് മുഴുവൻ എന്റെ കൂടെയാ. ആര് പറഞ്ഞ അച്ഛന്റെ കൂടെയാണെന്ന്? ഞാൻ അച്ഛന്റെ കൂടെ ഒന്നും നിക്കത്തില്ലമ്മ. നിന്നെ ആര് കൂട്ടിയിരിക്കുന്നു? നീ പഠിക്ക് പുറത്ത്. മത് മാത്രമല്ല അച്ഛന്റെ കൂടെ നിക്കത്തുള്ളൂ, വേറെ ആരും നിക്കത്തില്ല. അത് മാത്രമല്ല എന്റെ കൂടെ നിൽക്കുന്നത്. എന്റെ അമ്മ മീൻകറി വയ്ക്കും, അതിന്റെ അരപ്പും സജ്ജീകരണങ്ങളും എന്റെ മകൾ മധു ചെയ്തു കൊടുക്കും. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, തേങ്ങ ചിരണ്ടുക, മീൻ വെട്ടുക, അതൊക്കെ എന്റെ മകൻ സഞ്ജു ചെയ്യും. ഈ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം എന്റെ ഇളയ തടിയനായ പുണ്ണി തിന്നും. എന്തേ സഞ്ജുവോ? കേട്ടിട്ടില്ല പേര്? സഞ്ജു കൂടെ നിക്കത്തൊന്നുമില്ല. അവന് മീനിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ ഛർദിക്കാൻ തോന്നുന്ന ടെൻഡൻസി ഉള്ളതാണ്. ചെന്ന് നോക്ക്, അടുക്കളയിൽ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് നോക്കും, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചെന്ന് നോക്ക്, പാര വെക്കല്ലേ, സ്ഥിര സ്വഭാവമാണല്ലോ. എടിയേ, ഈ പിള്ളേർക്ക് അങ്ങോട്ട് കുറെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അവരെ തെറിയും ഒന്നും പറഞ്ഞാൽ പോരാ, അവരെ സ്നേഹിക്കണം. അവരെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയിക്കണം. എന്താ ആരുടെ സ്വഭാവം എന്ന് പറഞ്ഞേ? പാര വെക്കുന്ന സ്വഭാവം നിനക്കൊണ്ട്, അത് നീ അവിടെ ചെയ്യണ്ട എന്ന് പറഞ്ഞതാണ്. ഓ, ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ നിന്റെ പാര. ഞാൻ കയറി വന്നപ്പോ നീ എന്തോ പറഞ്ഞത്? പെടക്കണം മീൻ വരുന്നെന്ന്. അത് നിങ്ങൾ ഇങ്ങനെ പെടക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അവൾ പറഞ്ഞത്? എപ്പൊ നോക്കിയാൽ ഇങ്ങനെ പെടക്കണം മീൻ. ഇങ്ങനെ പെടച്ചോണ്ടിരുന്നോ? അവിടെ അടുക്കളയിൽ 4 പേര് നിന്ന് പെടക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വളഞ്ഞു കുത്തി ചീഞ്ഞ് നാറിയിരുന്നു. അച്ഛൻ ഒരു സമയത്ത് എന്റെ അടുത്ത് വരുമല്ലോ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. എടി, അച്ഛനെന്നും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്കാണ് അച്ഛനോട് സ്നേഹം ഇല്ലാത്തത്. ഞാൻ സ്നേഹമില്ല. സ്നേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് മേടിക്കലല്ല പിള്ളേരോട്. നിന്നെ കണ്ടല്ലേ ഇവിടെ പഠിക്കുന്നത്. നീ ഫേക്ക് സ്നേഹം, കള്ള സ്നേഹം. അമ്മ എന്റെ അമ്മയല്ലടി, നിന്റെ കാലം കലാധരൻ, അവനാ കള്ളൻ. നിനക്ക് എന്റെ അമ്മയെ പറയാം അല്ലേ? പെരുങ്കള എന്നാ ഇങ്ങനെ ചിരിക്കാനുള്ളത്? രണ്ടെണ്ണം, അത് തന്നെ 2ന്റെ രക്തം. എന്റെ അച്ഛൻ കാലകരാനല്ല, എന്റെ അപ്പൂപ്പനാ. എടി, ഭാഗ്യദോഷത്തിന് ആ രക്തമാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ അച്ഛന്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല നിനക്ക്. ഇപ്പൊ മധു കൂടെ നിക്കുന്നു, അതിന്റെ സ്നേഹം അങ്ങനെ കാണിച്ചിട്ട് പിള്ളേരെ വശത്താക്കി വെച്ചിട്ടുണ്ട് 2 അതെ, അതാണ് കാരണം. വേറെ എന്തെന്ന്? സഞ്ജു കൂടെ നിക്കത്തില്ല. ഞാൻ നോക്കട്ടെ, അവനെ പോയി നോക്കട്ടെ. 2 കൂടെ തുള്ളി പോ. അവിടെ ചെല്ലുമ്പോ അവരെ ഒഴിച്ചു വിടും ഇങ്ങോട്ട്. എന്തുവാടാ ആ ചെതുമ്പിൽ അങ്ങോട്ട് മര്യാദക്ക് ചെത്തിയിട്ട് മീൻ നന്നാക്കും. എന്നാ അച്ഛനെ ഇങ്ങോട്ട് ചെയ്യാൻ ചെതുമ്പല് പോണെങ്കിൽ എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. നീ അച്ഛമ്മേന്റെ അടുത്ത് തർക്കുത്തരം പറയോ? പറയും, നീ ഏതാ പറയാടാ, പറയോ? ഇനി ഞാൻ ആരോടും തർക്കുത്തരം ഒന്നും പറയത്തില്ല പോലെ. ആരോടും പറയണ്ട. നന്നാക്ക അങ്ങട്